ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ആരൊക്കെയുണ്ട് ലൈവില്? എല്ലാവരും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന ആൾക്കാർ, ആദ്യമായിട്ട് നമ്മൾ ചാനലിൽ വന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ലൈക്ക് അടിക്കുക. അവിടെ ഉള്ളൊരു ബെൽ ബട്ടൺ കുത്തി പൊട്ടിച്ചിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഷിഹാബിനെയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംഭവം ആയിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളുള്ളത് ഷിഹാബ് ഇന്ന് ജുമാ നിസ്കാരം നിസ്കരിച്ച പള്ളിയിലാണുള്ളത്. ഒരുപാട് കഥകൾ പറയാനുണ്ട്. നേരത്തെ നമ്മൾ ഏകദേശം ഷിഹാബിനോട് 13 കിലോമീറ്റർ ഞാൻ നടന്നു. നമ്മൾ നേരെ ചാവടിച്ച സ്ഥലത്ത് നിന്ന് പിടിച്ചിട്ട് ഇവിടെ വരെ 13 കിലോമീറ്ററാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഷിഹാബിനെ കൂടെ ആൾക്കാരൊന്നും ഉണ്ടായില്ല, ഇവിടുത്തെ നാട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരെ ഷിഹാബിനെ കൂടി ഞാൻ നടന്നു വന്നതാണ്. ഞാനും ഷിഹാബിനും പിന്നെ ഒരു 2 പേര് മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന സ്ഥലത്ത് നെറ്റ്വർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാൻ പറ്റില്ല. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഷിഹാബിൻ്റെ ബാഗ് നമ്മൾ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ഷിഹാബിക്കൊക്കെ ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഇരട്ടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഷിഹാബിക്കൊക്കെ ഒരു വണ്ടി വന്നു, അതിലായിരിക്കും എല്ലാ ഐറ്റംസ് ഷിഹാബിൻ്റെ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളെ വണ്ടിയിൽ നിന്നെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഷിഹാബിൻ്റെ ഐറ്റംസൊക്കെ. ഏതായാലും ഞാൻ പറഞ്ഞ പോലെ പുതിയതായിട്ട് ആരൊക്കെ വന്നിട്ട് അവരെല്ലാവരും നമ്മൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെരി റീച്ച്ഡ് ബ്രോ. ഇപ്പോൾ ഇത് ചിഞ്ചല്ലി പറയുന്ന ഗുജറാത്തിലെ ഹൈവേയിലുള്ള ചിഞ്ചല്ലി പറയുന്ന സ്ഥലത്താണ് ഷിഹാബ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഒരു പള്ളിയിലുണ്ട് ഷിഹാബ് ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഷിഹാബിൻ്റെ യാത്ര തുടങ്ങാനായി. ഒരു കുറച്ച് നേരം കൊണ്ട് ഷിഹാബിൻ്റെ യാത്ര ഇപ്പോൾ തുടങ്ങുകയാണ്. മഹാരാഷ്ട്രയുടെ താന എന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഷിഹാബ്. മുംബൈയിലെ താന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയ ഷിഹാബ് ഇന്നേരം താനയുടെ ചിഞ്ചൊല്ലി ഒരു മിനിറ്റ്, ഞാൻ പേരൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. भाई इधर का नाम क्या है? चिंचोटी. अभी शिहाब भाई मुंबई गुजरात रोड में कल्याण भिवाइंड मनूर. ओके देखो अभी शिहाब भाई मध्याह्न का जुमा नमाज पढ़ने का चिंचोटी ऐसा में रुका. इधर जुमा पूरा ख़त्म हो गया, अभी तक रेस्ट किया. इंशाअल्लाह अभी 10 किलोमीटर बाकी है उसका सफ़र कंप्लीट करने का. सब लोग दुआ करो. अभी इधर का उसका सफ़र स्टार्ट होता है इंशाअल्लाह. अब എന്തായാലും ഷിഹാബിൻ്റെ ഇന്നത്തെ യാത്ര രണ്ട് ഇയറിൻ്റെ ആ ഒരു ബേബി 3 സലാത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാഷാ അല്ലാഹ്. അപ്പോൾ ഷിഹാബ് ഇന്ന് ഫുഡ് കഴിച്ചത് നാഷണൽ ഹൈവേ റെസ്റ്റോറൻ്റാണ്. ഗുജറാത്ത് മുംബൈ താന പോകുന്ന ഹൈവേയിലുള്ള ഈ സ്ഥലത്താണ് ഷിഹാബ് ഇന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവിടേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഷിഹാബ് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. പള്ളിയിലാണുള്ളത് ഷിഹാബ്. ഇന്നിവിടെ റെസ്റ്റ് എടുക്കാൻ റൂമൊന്നും ഇട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളൊരു പള്ളിയിലാണ് ഷിഹാബ് ഇന്ന് റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് എന്താണ് സംഭവം? 150 പേര് അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, മേലെ പോകുന്നില്ലല്ലോ, എന്താ സംഭവം? എന്ത് പറ്റി? ചായ കുടിച്ച് ചേഞ്ച് ബ്രോ, ചായ കുടിച്ചില്ല. ഷിഹാബ് ഉള്ളത് ഈ ഇവിടെ കാണുന്ന ഈ പള്ളിയിലാണ്. ഈ പള്ളീനെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് നമ്മളൊരു ലോഗ് വിടും ഇന്ന് നൈറ്റ്. ആ ലോഗിൽ നിങ്ങൾക്ക് ഈ പള്ളീനെ കുറിച്ചൊരു കഥകളും ഷിഹാബ് ഇവിടെ എന്ത് ചെയ്തു, എന്താണ് ഇവിടെ നടന്ന സംഭവം, അതാണ് ഇത്ര വൈകാനുള്ളൊരു കാരണം. അതാണ് ഷിഹാബ് ഇന്നിവിടെ വൈകാനുള്ള ഏറ്റവും വലിയൊരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ലോഗിൽ പറഞ്ഞു തരും. എന്താ പള്ളി കണ്ടോ? ഇതാണ് നമ്മൾ നേരത്തെ ഞാനും ഷിഹാബാണ് ഇവിടേക്ക് ആദ്യമായിട്ട് എത്തിയത്. നമ്മൾ 2 പേര് നടന്നു വന്നതാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബാക്കിലുണ്ടായിരുന്നു. പറഞ്ഞാൽ അവർ വേറെ സ്ഥലത്ത് ചുമ്മാ കൂടി ഞങ്ങളിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2 മണിക്ക് നമ്മളിവിടെയാണ്
ജുമാക്ക് എത്തിയത്. ഇവിടെ 2:05 ഖുത്ബ ഓതി, 2:15 നമസ്കാരമൊക്കെ കഴിഞ്ഞു, 2:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഈ സ്ഥലത്ത് നിസ്കരിക്കുന്നുണ്ടായിരുന്നു, ഈ പുറത്ത് ഭാഗത്ത് നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളീൻ്റെ കുറച്ച് രഹസ്യങ്ങളുണ്ട്, ഇവിടുത്തെ ഒരു സംഭവങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പള്ളി നിങ്ങൾ കണ്ടതാ, ഈ പള്ളിയിലാണ് നമ്മളിന്ന് ജുമാ നിസ്കരിച്ചത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ കണ്ടിരിക്കും. ഈ പള്ളിയിലാണ് നമ്മളിന്ന് ജുമാ നമസ്കാരം നിസ്കരിച്ചത്. ഈ പള്ളിയിലാണ്. ഷിഹാബ് കഥ അവിടെ അതിലൂടെ പോകുന്ന ഒരു റൂമിലുണ്ട്, ഉസ്താദിൻ്റെ റൂമിൽ കിടന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ ചെല്ലേ. നോ 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 അത് ഞാൻ പറയണമെങ്കിൽ ഷിഹാബക്കനോട് ഞാൻ ചോദിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അത് പറയുന്ന ഒരാളുണ്ട്, അയാളോട് പറയിപ്പിക്കാം. അപ്പോൾ എന്തായാലും പള്ളി കണ്ടല്ലോ, ഈ പള്ളിയിൽ രഹസ്യമായൊരു സംഭവമുണ്ട്. അതെന്തായാലും നമ്മൾ നൈറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിലൂടെ നമ്മൾ അത് അറിയിച്ചു തരും. അതെന്തെന്ന് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അവർ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കുത്തിപ്പൊട്ടിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് പിന്നെ വിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അത് ഇതിൽ ലൈവിൽ ഇങ്ങനെ ക്ലിയർ ഉണ്ടാവില്ല, ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അതിപ്പോൾ നമ്മൾ എന്തായാലും ഒരു വീഡിയോ മാറ്റിയെടുക്കും. ആ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വെരി ടുഡേ സ്റ്റേ. അവിടെ നിന്ന് 10 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. അവിടെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ എന്തായാലും പറഞ്ഞു തരും. അവിടെ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പൊട്ടിക്കേണ്ടെന്ന് ആരെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ പൊട്ടിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അതാ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഏകദേശം ഒരുപാടൊന്നുമില്ല, കുറച്ച് ഒരു 5-10 പേര് ഇവിടെ ഷിഹാബിനെ അവിടെ ഒരു 10 പേര് ഇവിടെ ഉണ്ട്, ഒരു 10 പേര് അവിടെ ഉണ്ട്, ഒരു 10 പേര് അത് അവിടെ നിൽക്കുന്ന 10 പേരിൽ കുറച്ച് നമ്മളെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും इन्शा अल्लाह शिहाब भाई अभी थाना में आज सुबह में निकला, उधर में समथिंग 27 किलोमीटर तक 30 किलोमीटर तक आया. आज चिंचोली में आज रुका, उसका जुमा पूरा आज चिंचोली में हो गया. अभी इधर में उसका सफ़र अभी स्टार्ट कर रहा हूँ. इधर में 10 किलोमीटर है आज राइट रुकने का जगह का, अभी 10 किलोमीटर बाकी है. इंशाअल्लाह सब लोग दुआ करो, उसका आफियत का, उसका सफ़र का सब लोग दुआ करो इंशाअल्लाह. എന്തൊക്കെയുണ്ട് അസ്ലാം വിശേഷങ്ങൾ? റാഹത്താണ്, ഇങ്ങനെ പോകുന്നുണ്ട് യാത്ര. ഇതൊക്കെയാണ് ഇൻഷാഅല്ലാഹ് എവിടെയെങ്കിലൊക്കെ തങ്ങണം പ്ലാനിങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരുണ്ട്? ഒരു 600 ഉണ്ട്. തുടങ്ങിയുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇവിടെ നല്ല റെയിനൊക്കെ ഉണ്ട് മാഷാ അല്ലാഹ്. ഇനി ഗുജറാത്തിലോട്ട് നമ്മൾ തിങ്കളാഴ്ച കിടക്കും. തിങ്കളാഴ്ച അല്ല, ചൊവ്വാഴ്ച ഇൻഷാഅല്ലാഹ്. അവിടുന്ന് 900 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ കേരളം കഴിഞ്ഞ് കർണാടകയും കഴിഞ്ഞ് ഗോവയും കഴിഞ്ഞ് മഹാരാഷ്ട്രയും കഴിഞ്ഞ് നമ്മൾ ഗുജറാത്തിലോട്ട് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതുവരെ നടന്നതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ഗുജറാത്തിൽ നടക്കാനുണ്ടാവും. പിന്നെ നമ്മൾ വേഗത്തിട്ടോ, പിന്നെ ഹരിയാന കുറച്ചുണ്ടാവുള്ളൂ, 2 ദിവസം 3 ദിവസം ഉണ്ടാവുള്ളൂ. പഞ്ചാബ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രാജസ്ഥാനുണ്ട്. രാജസ്ഥാനിലും 12 ദിവസത്തെ യാത്രയുണ്ട്. ഹരിയാന 2 ദിവസത്തെ യാത്രയുണ്ട്. പഞ്ചാബിൽ നമുക്ക് 5 ദിവസത്തെ യാത്രയുണ്ട്. അതോടെ നമ്മൾ ഇൻഷാ അല്ലാഹ് പാകിസ്ഥാനിലോട്ട് കിടക്കും. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇത് ഇപ്പോൾ എത്ര മണിക്കാണ് ഇറങ്ങുന്നത്? ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അവിടുന്ന് 10 പോയി ക്ലിയർ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ 700 പേര് നമ്മളെ ചാനൽ നോക്കേണ്ട എല്ലാവരും, ആരൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അവരെല്ലാവരും ഒന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കുക, ലൈവിനൊരു ലൈക്ക് അടിക്കുക. പിന്നെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ല അവരെല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇജി ആളുടെ സംസാരിപ്പിച്ചോ ഉസ്താദിനടുത്ത്? ഇല്ല, അത് മസ്റ്റ് വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ രഹസ്യക്കാരൊന്നുണ്ട്, പിന്നെ കാണിച്ചാൽ ലോഗ് ഇടുന്നുണ്ട്. അപ്പോൾ നീ അടുത്ത് പോയിട്ട് അതിനെക്കുറിച്ചുള്ള എനിക്കറിയാമല്ലോ, ഞാൻ സംസാരിച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ പോലെ ഷിഹാബക്ക ഇന്ന് ഇനി ബാക്കിയുള്ളത് 10 കിലോമീറ്ററാണ് ഷിഹാബക്കൻ്റെ യാത്ര ബാക്കിയുള്ളത്. ആ 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ആ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല എനിക്ക്. ഞാൻ എന്തായാലും പേര് നിങ്ങൾക്ക് അറിയിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഷിഹാബക്ക ഇന്ന് മോർണിംഗ് 6:30 യാത്ര തുടങ്ങി. ഏകദേശം 14 കിലോമീറ്റർ വരെ 17 കിലോമീറ്റർ വരെ മോർണിംഗ് നടന്നു. അതിനുശേഷം 13 കിലോമീറ്റർ ചായക്ക് കുടിച്ചിട്ട് 10 മിനിറ്റ് വരും റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വന്നു. പക്ഷേ ഇന്ന് ഷിഹാബക്കക്ക് ഒരു വീട്ടിൽ നിന്ന് പുട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കാര്യം ഞാൻ മറന്നുപോയി പറയാൻ. കുറച്ച് കാര്യം പറയട്ടെ. ഇന്ന് ഷിഹാബക്ക
ചാവടിക്കാൻ 9:30-10 മണിയാകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തി. ആ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഷിഹാബൊക്കെ ചാവടിക്കാനൊക്കെ നിന്ന് അൽഹംദുലില്ലാ 13 കിലോമീറ്റർ വരെ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ലതുപോലെ നടന്നു വന്നു. പക്ഷേ അവിടെ ചാവടിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഷിഹാബൊക്കെ പുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിഹാബൊക്കെ പുട്ടൊക്കെ കഴിച്ചിട്ട് ഒരൊറ്റ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഷിഹാബൊക്കെ ജ്യൂസ് കുടിച്ച് മുസംബി. പിന്നെ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത്. എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ഒരു 2-3 കിലോമീറ്റർ വരുമ്പോൾ ഷിഹാബൊക്കെ ഇതാവുന്നുണ്ട്, എൻ്റെ ശ്വാസം കിട്ടുന്നുണ്ട്, നടക്കാൻ പറ്റില്ല. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഷിഹാബൊക്കെ പറയുന്നത് ഞാൻ പുട്ട് കഴിക്കാറില്ല, തേങ്ങ ഇട്ട് ഐറ്റം ഞാൻ കഴിക്കാറില്ല, ഇങ്ങനെ യാത്രയിൽ പോകുമ്പോൾ അത് കഴിക്കാനും പാടില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്നതുകൊണ്ട് ആ ഒരു സന്തോഷം കൊണ്ട് അവർ ഇതെന്താ വീട്ടിൽ നിന്ന് വന്നതല്ലേ, അതപ്പോൾ കഴിച്ചില്ലെങ്കിൽ അവർക്ക് ബേജാറാവും. അതുകൊണ്ട് ഞാനത് കഴിച്ചു. അപ്പോൾ പക്ഷേ കഴിച്ചത് എന്തായി പറഞ്ഞാൽ ഷിഹാബൊക്കെ ശ്വാസം എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായി നടക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഒരു പുട്ട് മാത്രം കഴിച്ചുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു ഷിഹാബിൻ്റെ അടുത്ത് ജ്യൂസൊക്കെ കുടിക്കാൻ. എന്നിട്ട് നമ്മൾ ജ്യൂസ് തേടാണ്. പക്ഷേ ഒരു ഹോട്ടലോ ഒരു കടയോ ഒരു ജ്യൂസ് കുടിക്കുന്ന നല്ല ജ്യൂസ്, അങ്ങനെ എല്ലാം ജ്യൂസ് കുടിക്കാൻ പറ്റില്ല ഷിഹാബിക്ക്. ഒന്ന് ഓറഞ്ചോ ഒന്ന് മുസംബിയോ അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷേക്ക് നമ്മൾ തേടി ഞാൻ വരുന്നുണ്ടായിരുന്നു. ഞാൻ വണ്ടിയുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ടിൽ പോയി ഷിഹാബൊക്കെ ജ്യൂസ് എടുക്കാൻ. കാരണം വെച്ചാൽ ഷിഹാബൊക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു. അവിടെ നോക്കും, ഇല്ലെങ്കിൽ ഷിഹാബൊക്കെ അങ്ങനെ ഒരു 22 കിലോമീറ്റർ നടന്നാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാത്ത ഷിഹാബൊക്കെ ഇന്ന് പുട്ട് കഴിച്ചതുകൊണ്ട് തേങ്ങൻ്റെ അംശമൊക്കെ ഉണ്ടായതുകൊണ്ട് ഷിഹാബൊക്കെ നല്ല ശ്വാസത്തിൽ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ഞാൻ തേടി പോയിട്ട് ഒരു ഡാബ കിട്ടി. ആ ഡാബേൻ്റെ ഉള്ളിൽ നല്ല ഫ്രഷ് ജ്യൂസ് അടിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അവൻ്റെ അടുത്ത് നോക്കുമ്പോൾ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു, ഷിഹാബൊക്കെ വരാൻ വെയിറ്റ് ചെയ്തു. പിന്നെ ഷിഹാബൊക്കെ വന്നപ്പോൾ ഷിഹാബിനടുത്ത് പറഞ്ഞു ഫ്രഷ് ജ്യൂസ് ഉണ്ട് ഷിഹാബൊക്കെ. അൽഹംദുലില്ലാ, അപ്പോൾ ഉണ്ടോ, അപ്പോൾ നമുക്ക് കുടിക്കാം, അത് കുടിച്ചാൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ നമുക്ക് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മളവിടെ നല്ലൊരു അഞ്ചീര ഷേക്സാണ് കുടിച്ചത്. നല്ല നാച്ചുറൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഇതിട്ടിട്ട് അഞ്ചീര ഷേക്കാണ് ഐസ്ക്രീമൊക്കെ ജ്യൂസ് കുടിച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ മുസംബി ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു, അതും എടുത്തു. അത് 2 ജ്യൂസ് കുടിച്ചിട്ടാണ് ഷിഹാബൊക്കെ യാത്ര ഇന്ന് തുടങ്ങിയത്. കാരണം വെച്ചാൽ അതവിടെ കഴിച്ചതൊന്നും അത്രയ്ക്കൊന്നും ക്ലിയർ ആയിരുന്നില്ല ഷിഹാബൊക്കെ. അതുകൊണ്ട് അവിടെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഷിഹാബൊക്കെ അൽഹംദുലില്ലാ റാഹത്തായി ഷിഹാബൊക്കെ. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ല. ഏകദേശം 13 കിലോമീറ്റർ വരെ ഒറ്റ ഓട്ടാണ് ജുമാക്ക് വേണ്ടി ഞാനും ഷിഹാബുക്കും പിന്നെ 2 പേര് നടന്നുകൊണ്ട് വന്നത്. അപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരും ദുആ ആയിരിക്കും. പെട്ടെന്ന് അവിടെ ഒരു ജ്യൂസിൻ്റെ കൗണ്ടറൊക്കെ കിട്ടി, നല്ല ജ്യൂസ് ഷേക്കൊക്കെ കിട്ടി. പിന്നെ മുസംബി ജ്യൂസാണ് ഷിഹാബുക്കൊക്കെ നല്ലൊരു ഇഷ്ടം. ഇഷ്ടം പറഞ്ഞാൽ ഈ യാത്രയിൽ അതാണ് ഇഷ്ടം. ഓറഞ്ച് ജ്യൂസ് കുടിക്കും. പിന്നെ എനർജിക് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ORS ഒരു ജ്യൂസ് ഉണ്ട്, അതാണ് കുടിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഏകദേശം ഞാൻ കുറേ ഷോപ്പിൽ കയറി, എനിക്കത് കിട്ടിയില്ല, ഇതുവരെ കിട്ടിയില്ല. ഇന്നത്തെ ദിവസം ആ ജ്യൂസ് നമുക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ മെഡിക്കൽ പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു മെഡിക്കൽ കിട്ടിയാൽ ആ മെഡിക്കലിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ആ സാധനം, പക്ഷെ അതിനും കിട്ടിയില്ല. മെഡിക്കൽ പോലും എനിക്ക് കിട്ടില്ല. അതുപോലത്തെ സ്ഥലങ്ങളിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പള്ളി കിട്ടാൻ പോലും 13 കിലോമീറ്റർ നടന്ന് വന്നിട്ടാണ് ഈ ഉള്ളിലുള്ള ഒരു പള്ളിയിൽ കയറി ജുമാ നിസ്കരിച്ചത് നമ്മൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഷിഹാബൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ആരും മറക്കാൻ പാടില്ല. ഷിഹാബൊക്കെ യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ലതുപോലെ എന്താണ് കമൻസ് വരുന്നില്ലല്ലോ, ഇപ്പോൾ വരുന്നുണ്ട്. നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് യെസ് നല്ലത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാം. നെക്സ്റ്റ് 40 കിലോമീറ്ററാണ്. കോപ്പർ പാത്ത വിരാർ ഈസ്റ്റ്. വെൽക്കം ടു ലബൈക്ക് ഡാബ. ജി മാപ്പ് ഓക്കെ. ലബൈക്ക് ഡാബയിലാണ് ഇന്ന് ഷിഹാബൊക്കെ സ്റ്റേ ചെയ്തത്. പാത്ത വിരാർ ഈസ്റ്റ് ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ. എന്താണ് കമൻറ്റ് ഒന്നും കാണുന്നില്ലല്ലോ, എന്തായാലും സംഭവം. ഷിഹാബൊക്കെ ഉള്ളത് ഈ പള്ളിയിലാണ് ഇൻഷാ അല്ലാഹ്. ഇത് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഷിഹാബൊക്കെ വരുന്നതായിരിക്കും. ഏകദേശം 6:30 മണിക്ക് ഇപ്പോൾ ഇറങ്ങും. 8 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിനുശേഷം നിൽക്കില്ല. കാരണം നമുക്ക് 8:30 മണിൻ്റെ ഉള്ളിൽ 8:30-9 മണിൻ്റെ ഉള്ളിൽ നമുക്ക് റീച്ച് ആവണം ആ സ്ഥലത്തേക്ക്. അപ്പോൾ എന്തായാലും ഷിഹാബൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ. ഏതായാലും ഷിഹാബൊക്കെ ഇന്നത്തെ ഐറ്റംസൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് എടുത്തു. ബാഗൊക്കെ കാണിച്ചു തരാം. ഷിഹാബൊക്കെ ബാഗ് ഇവിടെ ഇന്ന് ബാഗിട്ട് നടന്നു. ഷിഹാബൊക്കെ മോർണിംഗ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ഷിഹാബൊക്കെ ഇന്ന് മോർണിംഗ് ബാഗൊക്കെ ഇട്ടിട്ടാണ് നടന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ വണ്ടിയിലാണ് ഷിഹാബൊക്കെ ഇതൊക്കെ ഉള്ളത്. എന്താണ് ബാഗൊക്കെ ഇട്ടത്. അപ്പോൾ ഏതായാലും നോക്കട്ടെ, ലോക്ക് ഉണ്ടോ അറിഞ്ഞില്ല. ഇതാ കണ്ടോ, ഇതാണ് ഷിഹാബൊക്കെ ബാഗ്. നേരത്തെ നമ്മൾ വണ്ടിയിലുണ്ടായിരുന്നു, ഇപ്പോൾ ഈ വണ്ടിയിലിട്ടു. വണ്ടിയൊക്കെ വന്നു മാഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ
ഇതാണ് ഷിഹാബിൻ്റെ ബാഗ്. നേരത്തെ ചുമരിലിട്ട് നടന്നു. ഷിഹാബ് 13 കിലോമീറ്റർ വരെ നടന്നു വന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഷിഹാബിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതാ ഇന്നിപ്പോൾ ഷിഹാബിക്ക് ഫുഡൊക്കെ കഴിച്ചത് ഈ സ്ഥലത്താണ്. നാഷണൽ ഹൈവേ റെസ്റ്റോറൻറ്റാണ്. ഈ ഹൈവേ റെസ്റ്റോറൻറ്റിലാണ് ഷിഹാബിക്ക് ഇന്ന് ഫുഡൊക്കെ കഴിച്ചത്. കണ്ടോ, ഇത് മുംബൈ, ഇത് അവിടെയുള്ള പറഞ്ഞാൽ താല വസई डिस्ट्रिक्ट थाने चिंचोटी. अभी शिहाब भाई चिंचोटी में है. इधर जुम्मा नमाज पूरा इधर पढ़ा. इंशाल्लाह अभी 5 मिनट में उसका सफ़र में स्टार्ट कर रहा हूँ. आज लब्बैक ढाबा में स्टे कर रहा हूँ. इंशाल्लाह सब लोग दुआ करो. നാഷണൽ ഹൈവേ റെസ്റ്റോറൻറ്റാണ്. ഇവിടെയാണ് ഷിഹാബിക്ക് ഇന്ന് സ്റ്റേ ചെയ്തത്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിനും ജുമാക്ക് കൂടിയത് ഇവിടെയാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ നമ്മളെ ബോസ് ഉണ്ട്. ഇവരെ കേരളത്തിൻ്റെ കാസർഗോഡിലെ കുമ്പള എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആളാണ്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ പേര്? നിങ്ങൾ കാസർഗോഡ് കുമ്പള അല്ലേ? അപ്പോൾ ഷിഹാബിക്ക് നിങ്ങളെ ഹോട്ടലിലാണ് ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത്. എന്തു പറയുന്നു? അല്ലേ, സന്തോഷമായി. ഓക്കെ, ഷിഹാബ് അതന്നെ. ആ അല്ല, അപ്പോൾ ഇത് ഹോട്ടലുള്ളത് ഏത് ഹൈവേയിലാണ്? ഗുജറാത്ത് പോകുന്ന ഹൈവേ ആണ്. ഗുജറാത്തിൽ നിന്ന് വരുമ്പോൾ റൈറ്റിലാണ്, താനെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലാണ്. ഓക്കെ, നാഷണൽ ഹൈവേ ഹോട്ടലാണ്. നിങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ? റഫീഖ് ഖാൻ്റെ നാഷണൽ ഹൈവേ ഹോട്ടലാണ്. ഗുജറാത്ത് താന ഹൈവേയിലാണുള്ളത് ഇത്. ഈ സ്ഥലം നിങ്ങൾ കണ്ടു. അപ്പോൾ ഷിഹാബിക്ക് ഇന്നിവിടെ നല്ല അടിപൊളി സാധനം കേട്ടോ. ഇവിടെ കിട്ടുന്ന ഫുഡൊക്കെ അടിപൊളിയാണ്. നമ്മളിന്ന് കഴിച്ചു മട്ടൻ ബിരിയാണിയാണ് കഴിച്ചത്. മട്ടൻ ബിരിയാണി അല്ല നേരത്തെ കഴിച്ചത്? യെസ്, ഓക്കെ, അടിപൊളിയായിരുന്നു. അവിടുത്തെ നാടിൻ്റെ ഫുഡാണ്, നാട്ടിലെ ഫുഡിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ കുറേ എന്താ പറയുക, ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നാൽ ആരെങ്കിലും കാസർഗോഡ് കേരളത്തിൻ്റെ ആൾക്കാർ വന്നാൽ ഇവിടെ ഒന്ന് കയറാം. കാരണം വെച്ചാൽ നാടിൻ്റെ ഫുഡാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ നമുക്ക്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു. ഈ ഭാഗത്തിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ കയറാം. അപ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ചാൽ ഷിഹാബിക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ടീമാണ്. അപ്പോൾ ഏതായാലും ഇത് കാണിക്കുന്ന നമുക്കൊന്നും ഇത് എന്താ പറയുക, നമുക്കൊന്നും ഇത് പരസ്യത്തിൻ്റെ ചാർജൊന്നും കിട്ടില്ല. ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചെന്നാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഷിഹാബിക്ക് വരുന്നുണ്ട്. ആരൊക്കെ ലൈവിലുണ്ട് അവരെല്ലാവരും ഷിഹാബിനെ കാണാം, ഒന്നും കൂടി കാണാം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഷിഹാബിക്ക് വരുന്നുണ്ട്. മാഷാ അല്ലാഹ് എല്ലാവരും അസ്സലാമു അലൈക്കും പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഷിഹാബിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഇന്നിവിടെ സ്റ്റേ ആണ്. ആണോ? വീഡിയോ എടുക്ക്. അസ്ലാമു ആരൊന്നുമില്ല ശിവസേനയുടെ ആരൊന്ന് ശിവസേനയുടെ സുരേഷ് പെൻസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാളെന്താണ്? ഒരു മാഷാ इकडे बघ. दुसरा त्याला फुलं देणार आहे. दुसरा एक आहे ना, सर्व जी पीछे आओ ब्लॉगर्स प्लीज कम बैक ब्लॉगर्स प्लीज कम बैक. सर्व सोबत दिसले पाहिजे. तुम्ही पण हो, युअर हँड प्लीज. तुम्ही पण हो भाई, तुम्ही पण. हा, सर्व एकत्र सर्व. നമ്മൾ വിചാരിക്കാനല്ല. इथे बघा सर्व. നമ്മളെല്ലാം വീടുന്നല്ല. അല്ലല്ല, അയാളെ നോക്കുക. അവന്തായാലും ഷിഹാബിനെ കണ്ടോണ്ടിരിക്കുകയാണ്. इथे बघा हो, इथे बघा. हात मिळवा, पण इथे बघा कॅमेरावरती बघा. ഷിഹാബ് ചോറ്റൂരിൽ വസയിൽ ശിവസേന നേതാക്കൾ ആരാർപ്പണം നടത്തിയപ്പോൾ ഉള്ള ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടത്.
क्या नाम है आपका? प्रशांत इधर देखो प्रशांत भाई ऊपर को ये कल्याण से आए प्रशांत भाई इनको सत्कार करने के वास्ते प्रशांत तुमचा सर्व पूर्ण नाम काय प्रशांत राम सिंह प्रशांत राम सिंह सिंह ओके थैंक यू उनका साथ में करना चाहते हैं मिलना चाहते हैं उसके पास में 3 दिन चलते 3 दिन चलने के लिए इनका साथ देने के लिए आगे तक और इनके साथ में मना के फिर हम लोग घर जाने वाले थे। इनको अच्छे काम के लिए हम लोगों को आगे आना चाहिए, सभी लोगों को। हम लोग पढ़े लिखे लोग हैं सभी, तो कोई अगर अच्छा काम कर रहा है तो उसको प्रोत्साहन करना चाहिए, आगे बढ़ना चाहिए। सही बात है। सही बात ओके थैंक यू प्रशांत वेरी गुड അപ്പോൾ ഷിഹാബൊക്കെ യാത്ര പോകുന്നില്ല പറയുന്നുണ്ട്, അതൊന്നും കൂടി കേൾക്കാം നമുക്ക്. യാത്ര നേരാ യാത്ര പോകുന്നില്ലേ കേൾക്കണ കേൾക്കുന്നു ഇന്ന് ഇദ്ദേഹം ഇന്നും നാളെയും ഇവിടെ വിശ്രമിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. കാരണം നാളെ ഇദ്ദേഹം പ്രത്യേക നോമ്പ് പിടിക്കുകയും മറ്റന്നാൾ പെരുന്നാളായതുകൊണ്ട് പെരുന്നാൾ ദിനത്തിൽ ഇദ്ദേഹം മലയാളികൾ മാത്രമല്ല വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും ഷിഹാബ് യാത്ര പോകുന്നില്ല ഇന്ന്? എല്ലാവരും ചോദിക്കുന്നുണ്ട് യാത്ര പോകുന്നില്ല എന്ന് കണ്ടിന്യൂസ്. ആ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്, സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റേ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ നാളെ എവിടെയാണ് ഷിഹാബ്? നാളെ ഇല്ല, ഇന്നത്തെ മാത്രം. ഓക്കെ യെസ് ഓക്കെ ആ ഓക്കെ താമസിക്കാൻ ഇവിടെ ആ പള്ളിയിൽ പറഞ്ഞിട്ട് അല്ല ആ ആ വീട് ഓക്കെ ആ ഉസ്താദിന്റെ വീട്ടില് ആ ഓക്കെ भाई आपका नाम क्या है और आज आपने एक हज को जाने वाले यात्री जो अगले साल जाने वाले वो केरला से चलते हुए वसई में आए, क्या बताओगे इनका नाम क्या है और एक कहाँ पे क्या ट्रेवल है? इनका नाम है शिहाब चुत्तूर करके है, केरला में शिहाबुद्दीन चुत्तूर करके है और ये केरला से मलप्पुरम डिस्ट्रिक्ट से अकेला अपने घर से निकला हुआ है और वो वॉकिंग करके तकरीबन 1300-1400 किलोमीटर ऑलरेडी वॉकिंग करके आ चुका है, 4 स्टेट पार कर चुका है। इनको टोटल 8600 किलोमीटर आगे चलना है और 5 कंट्री को पार करना है। तो अभी तक 1300-1400 किलोमीटर ऑलरेडी आ चुका है। ये कहाँ से ट्रैवल किए? स्टार्ट इनका कहाँ से? ये उसका गांव में उसके घर से निकला हुआ है, अकेला निकला हुआ है। कहाँ? केरला में, केरला से मलप्पुरम डिस्ट्रिक्ट से। अभी ये इंडिया से कहाँ पे जाएंगे? इंडिया से पाकिस्तान जाएगा, पाकिस्तान से ईरान में, ईरान, इराक से इराक, इराक से कुवैत, कुवैत से सऊदी अरब जाएगा। 355 दिन का 350 दिन का सफ़र है इसका, वो भी चल के। क्या क्या ड्रीम क्या है मतलब ये क्यों? क्योंकि आजकल फ्लाइट्स अवेलेबल है बाकी चीज़ अवेलेबल है। इनका मन्नत है ये इनका कि ये मुस्लिम है और इनका एम है कि अल्लाह के रसूल ने कि कहा कि भाई सबसे कष्ट होकर के अगर हज पे जाता है तो उनके लिए ऐसा ज़्यादा स्थान है और वो पहले ज़माने में होते करके हम लोग सुना है, लेकिन हमने मेरे लाइफ में 40-50 साल में पहले बार ऐसा एक शख्स को देखा है कि इतना स्ट्रगल करके इतना तकलीफ़ का साथ में डेली 55 और 7-70 किलो डेली चलना और ये बहुत बड़ा बहुत संदेश भी है लोगों को कि आप लोग सब अल्लाह के रास्ते से चलना है और अच्छे नेक रास्ते से चलना है। आज वसई में इनका इसके कहना है कि ये जो इनके एक ड्रीम है कि इनका कि हमको चल के जाना है करके, तो ज़रूरी नहीं कि सबको चल के जाना है करके, उनके एक जुनून है अंदर के मेरे को चल के जाना है करके। तो बाकी लोगों को कोई ऐसा मैसेज नहीं देते कि आप लोग सब चल के जाओ करके, उनका ड्रीम है, उनका मन्नत है कि भाई हमको चल के जाना है करके। ये करते क्या है? इनका रोजी रोटी मतलब क्या है? हाँ चलते वो सब उनका पूरा तैयारी है, उनको कोई किसी का सपोर्ट का ज़रूरत नहीं, कुछ भी नहीं, वो अकेले चलते हैं। हमारे जैसे लोग अपना कितना किलोमीटर चलने वाले टोटल? डेली 56 किलोमीटर चलते हैं, 50-60 किलोमीटर
कितना चलने वाले हो? 8,600 किलोमीटर, एक साल पूरा चलना है उसको। आपका बिजनेस, योर बिजनेस? नो, अभी बताइए। ഓക്കെ ജോബ് വന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ എന്തൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു. ओके वालेकुम सलाम वरहमतुल्लाहि वबरकातुह हाजी साहब कोई അപ്പോൾ ഷിഹാബക്ക ഇവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഷിഹാബക്ക ഇന്ന് നമ്മളെ അടുത്തൊരു ഉസ്താദ് ഉണ്ടല്ലോ ഈ പള്ളിൻ്റെ, ആ ഉസ്താദ് പറഞ്ഞ് നമ്മളെ വീട്ടിൽ ഇന്ന് സ്റ്റേ ചെയ്യാം. ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ നോമ്പല്ല, അപ്പം നാളെയും റെസ്റ്റിലാണ് ഷിഹാബക്ക. അപ്പോൾ ഇന്നും നാളെ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് നാളത്തെ തീരുമാനം ഇല്ലെന്നാ ഷിഹാബക്ക. ഇതേ നാട്ടിൽ പെരുന്നാളും കൂടിയിട്ട് ഇൻഷാ അല്ലാ മൺഡേ ആണ്, അതിനെ പിറ്റേ നാളാണ് ഇവിടുന്ന് യാത്ര തുടങ്ങാൻ പോകുന്നത്. അല്ലേ? ഇപ്പോൾ ഈ ഉസ്താദിൻ്റെ പുറക്കാണ് പോകുന്നത്. ഇതൊന്ന് ഇല്ല എന്തൊരു സാധനം. അവരാര് അപ്പോൾ ഇതാണ് ഷിഹാബക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാ ഷിഹാബക്കൻ്റെ യാത്ര ഇന്നത്തെ യാത്ര ഏകദേശം 30 കിലോമീറ്റർ വരെ നടന്നു വന്നിട്ടുണ്ടായിരുന്നു ഷിഹാബക്ക. ഇപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഒക്കെ ചേഞ്ച് ആയി. അപ്പോൾ ഏകദേശം ഇനി 10 കിലോമീറ്റർ നടക്കണമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഷിഹാബക്കനെ കൂടെ ഒരാൾ നടക്കുന്നുണ്ടല്ലോ, ആ ബാഗ് ഇട്ടിട്ട് ബ്ലൂ ബാഗ്, അവനറിയോ എനിക്ക്? അതാ പറഞ്ഞു കൊടുത്തു. അത് പ്രശാന്ത് എന്ന് പറയുന്ന അതന്നെ പറഞ്ഞു കൊടുത്തു. പറ്റില്ല, പക്ഷേ പറ്റില്ല. എന്തായാലും ആഫ്റ്റർ ഈദ് ഞാൻ ഷിഹാബ് കൂടെ എന്തായാലും ഉണ്ടാവും. മതസ്ഥ സഹോദരനാണ്. 3 ദിവസം ഷിഹാബ് ഖാൻ കൂടെ നടക്കണം എന്ന ഉദ്ദേശം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്തൊരു സൗഹാർദ്ദത്തെ, എന്തൊരു അവിടെയൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ഏതൊരു ഹല്ലി പോലെയാണ് ഈ സ്ഥലം. അപ്പോൾ എന്തായാലും ഷിഹാബക്ക ഇന്നിപ്പോൾ അവിടുത്തെ പള്ളീൻ്റെ ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് സ്റ്റേ ചെയ്യാണ് ഷിഹാബക്ക. ഏതായാലും ഇന്നും നാളെ ഇവിടെ ആയിരിക്കും ഇൻഷാ അല്ലാ. നാളെ കഴിഞ്ഞാൽ മറ്റന്ന് ഈദാണ്. അപ്പോൾ ഈ നാട്ടിൽ വെച്ചിട്ട് ഷിഹാബക്ക ഈദൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിരിയാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു 10 കിലോമീറ്റർ യാത്ര ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി പറ്റൂല. ഇനിയിപ്പോൾ ഷിഹാബക്ക എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാണ് ഷിഹാബക്ക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷിഹാബക്കൻ്റെ യാത്രയിൽ നല്ലത് വരാനും യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ലതുപോലെ നീങ്ങി കിട്ടാനും ദുആ ചെയ്യണം. ആരും മറക്കണ്ട. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഷിഹാബക്ക ഇന്ന് നടക്കേണ്ട ഒരു യാത്ര, ഇന്ന് പോകേണ്ട ഒരു യാത്ര ഇനി പോകുന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ അവസാനിപ്പിച്ചു. ഇന്നത്തെ യാത്ര ഇന്നിവിടെ നിർത്താണ്. ഇനി ഏകദേശം നാളെ ഉണ്ടാവില്ല ഷിഹാബക്കൻ്റെ യാത്ര, നാളെ ഉണ്ടാവില്ല, മറ്റന്നാളായിരിക്കും ഷിഹാബക്കൻ്റെ യാത്ര ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഷിഹാബക്ക ഒരു മിനിറ്റ്, ഞാൻ റോഡൊന്ന് ക്ലോസ് ചെയ്തിട്ടെ. മനസം ഞാൻ പാടുന്നു നിന്റെ സുജൂദിലും മന്നാലെ റൂമിൽ നീ കാവലും എൻ്റെ മോനെ എന്താ കാറ്റ്, എന്താ വരയോ. ഈ ഒരു 100-150 സ്പീഡിലാണ് ഇത് വരയ്ക്ക് ഓടിക്കൊണ്ടിരിക്കണം. ഹൈവേ അല്ലേ, കണ്ടോ എന്താ സ്പീഡ് ഇതാ, കണ്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഷിഹാബക്ക അവിടെ ഒരുപാട് ആൾക്കാരിങ്ങനെ വെയിറ്റാണ് ഷിഹാബക്കൻ്റെ യാത്ര ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. ഇത് ഹൈവേ ആണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞതുപോലെ ഷിഹാബക്ക ഇന്ന് യാത്ര അവസാനിപ്പിച്ചു. ഇനി യാത്ര തുടങ്ങുന്നില്ല.
ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു. ഇനി 2 ദിവസം വരെ ഷിഹാബ് റെസ്റ്റിലായിരിക്കും. ഇന്നിപ്പോൾ ഏകദേശം 10 കിലോമീറ്റർ നടക്കണമായിരുന്നു, പക്ഷേ പറ്റിയില്ല, ഷിഹാബ് നടന്നില്ല. കാരണം വെച്ചാൽ അവിടെ ഒരു പള്ളിയുമായിട്ടൊരു ബന്ധങ്ങളുണ്ടായി. അത് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങൾക്ക് ലൈവ് ചിലപ്പോൾ നൈറ്റ് ലൈവിൽ വരാം, നൈറ്റ് ലൈവിലൊന്ന് പറഞ്ഞുതരാം. പിന്നെ എന്നിപ്പോൾ ഷിഹാബ് ആ പള്ളിയുടെ ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലാണ് ഷിഹാബ് ഇന്നത്തെ സഹകരണമൊക്കെ ഇന്ന് അവരുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മളെന്താ ഇങ്ങനെ ചുറ്റി വന്നത്, ഇവിടെ നല്ല സ്ഥലം ഉണ്ടാകുമ്പോൾ അതിലൂടെ ആയിട്ട് എന്താ വന്നത്. അപ്പം എന്താ ഇൻഷാ അല്ലാഹ് ഷിഹാബ് ഇന്ന് യാത്ര പോകുന്നില്ല. ഇന്ന് ഇവിടെ ഷിഹാബിൻ്റെ യാത്ര നിർത്താണ്. ഇനി നാളെ റെസ്റ്റാണ്, ഇന്നും റെസ്റ്റാണ്. മറ്റന്നാൾ പെരുന്നാളാണ്. അപ്പോൾ ഈ നാട്ടിൽ ഒരുപാട് കേരളത്തിലെ മലയാളികൾ ഉള്ളത് കൊണ്ട് ഷിഹാബ് ഇന്നിവിടെ റെസ്റ്റ് എടുക്കുകയാണ്, ഇവിടെ നിൽക്കുകയാണ്. അവർ നേരത്തെ പറയുന്നുണ്ട് ഇന്ന് ഇവിടെ നിൽക്കാലോ, ഇവിടെ പെരുന്നാൾ കഴിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഷിഹാബ് ഇവിടെ നിന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്നിട്ട് നാളെ റെസ്റ്റ് എടുക്കുകയാണ്. നാളെ നോമ്പ് പിടിക്കുകയാണ് ഷിഹാബ്. നാളെ നോമ്പ് പിടിച്ചിട്ട് നാളെ റെസ്റ്റാണ്. എന്നാൽ മറ്റന്നാൾ ഷിഹാബ് ഇവിടെ പെരുന്നാൾ ആചരിക്കുകയാണ്, ഈദ് ആചരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഷിഹാബ് അറിയിക്കുക. ആരൊക്കെ ലൈവിലുണ്ട് അവരെല്ലാവരും നമ്മളെ മുമ്പിലുള്ള ഷിഹാബാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഷിഹാബിനെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടെ പോകുന്നുണ്ട്. ഷിഹാബ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് എവിടെ വരെ നമ്മൾ എന്നും നിങ്ങൾക്ക് കാണിക്കാറുണ്ട്. ഷിഹാബ് എവിടെയാണ് ഇന്ന് നിൽക്കുന്നത്, എവിടെയാണ് ഇന്ന് ഷിഹാബിൻ്റെ യാത്ര അവസാനിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതെല്ലാം നമ്മൾ കാണിച്ചു തരും. അപ്പോൾ എന്നും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഇന്നും ഷിഹാബ് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഏത് സ്ഥലത്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണിച്ചു തരും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഷിഹാബ് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സ്ഥലത്താണ് ഷിഹാബ് പോയി ഇന്ന് നിൽക്കുന്ന വീട് ഏതാണ്, ആ ഉസ്താദിൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാൻ ഒരു താല്പര്യമുണ്ടാവും, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത് നമ്മളാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു തരുമ്പോൾ നിങ്ങൾ 1800 പേര് ഇങ്ങനെ ലൈവിൽ കുത്തിരിക്കുക, എന്നിട്ട് എൻ്റെ ലൈവിനെ ലൈക്ക് ചെയ്തില്ല. അല്ല ഞാൻ ഈ ചളിയൊക്കെ ചവിട്ടിയിട്ട് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ലൈവിന് ഒരു ലൈക്ക് അടിക്കാൻ പറ്റില്ല. എന്താ സംഭവം, പെട്ടെന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ലൈവിലുണ്ട്, ഒരുപാടുണ്ട്, ഞാൻ കാണുന്നുണ്ട് ആരൊക്കെയെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഒന്ന് കുത്തിപ്പൊട്ടിക്കുക. ഷിഹാബ് ഖാനോട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ലൈക്ക് ഒരു 1000 ലൈക്കെങ്കിലും ചെയ്യപ്പോൾ ഇങ്ങനെ അരമണിക്കൂറേ ഞാൻ ലൈവ് ഇടുന്നത്, പക്ഷേ നിങ്ങൾ ലൈക്ക് ആരും അടിച്ചില്ലല്ലോ. അപ്പോൾ ഷിഹാബ് ഖാൻ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് അടിക്കുക, ഇന്നും ലൈക്ക് അടിക്കുക, ആരും അടിച്ചില്ല. കമൻറ്റിലൂടെ അല്ല, വീഡിയോന് താഴെ ഒരു ബട്ടൺ ഉണ്ട്, ലൈക്ക് ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് എല്ലാവരും കുത്തിപ്പൊട്ടിക്കുക അങ്ങ്. ഓക്കെ, ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കുക എല്ലാവരും. ഇൻഷാ അല്ലാഹ് ഷിഹാബ് ഇവിടെ പോകുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ ഫ്രണ്ടിലുള്ളത് ഷിഹാബാണ്. ഈ ചള്ളിയാണ്, ഈ ചള്ളിയിലൂടെ കൂടെ ഞാൻ പോയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഷിഹാബ് എവിടെയാണ് ഇന്ന് സ്റ്റേ, എവിടെയാണ് ഇന്ന് നിൽക്കുന്നത് എല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാനുള്ളൊരു ആഗ്രഹം തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്നും കാണിച്ചു തരാണ്ട് ഷിഹാബ് ഇന്ന് സ്റ്റേ എവിടെയാണ്. ഇന്നലെ പോലും നമ്മൾ മാത്രം ലൈവിലുണ്ടായിരുന്നത്. ഷിഹാബ് ഇന്നലെ എവിടെയാണ് എത്തിയത് എല്ലാം പിൻ ടു പിൻ അപ്ഡേറ്റ് നമ്മൾ കാണിച്ചു തന്നു നിങ്ങൾക്ക്. ഏത് പള്ളിയിലാണ് എത്തിയത്, എവിടെയാണ് സ്റ്റേ ചെയ്തത് എല്ലാം നമ്മൾ ഷിഹാബ് അവിടെ നടന്നു എത്തുന്നവരെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഷിഹാബ് എവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിഹാബിൻ്റെ ബാക്കിൽ, ഷിഹാബ് ഫ്രണ്ടിലുണ്ട്. ഷിഹാബും ഉസ്താദും പിന്നെ നമ്മളെ സുഹൃത്തും പിന്നെ 2 പേര്, ഒരാൾ എക്സ്ട്രാ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചിഞ്ചോലിയും പറയുന്ന സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. ആജ് ഷിഹാബ് ഭായ് ഉസ്കാ സഫർ ഖത്തം കിയ, ആജ് നई वापस इंशाअल्लाह ईद उसका ईद इधर में कर रहा हूँ. तभी चिंचोली में उसका इधर ईद करता हूँ. आज रेस्ट है, कल रेस्ट है. इंशाअल्लाह सब लोग दुआ करो. कल उसका रोज़ होता है, रोज़ा ऐसे रेस्ट इंशाअल्लाह. അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, ഏസിൻ്റെ ഒക്കെ ഇതൊക്കെ റെഡിയാവുന്ന ഒരു ഫാക്ടറിയാണ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഷിഹാബ് അവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്, റോഡ് ക്രോസ് ചെയ്യാണ്. ഇതാണ് ഷിഹാബ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. മാഷാ അല്ലാഹ്
ईद के बाद उसका सफ़र स्टार्ट कर रहा हूँ इंशाअल्लाह। अब मैं अपडेट कर रहा हूँ, लाइव में आ रहा हूँ और आपको पूरा सब लोग का पिन टू पिन अपडेट हम देता हूँ। इधर रोड क्रॉस ചെയ്യാം. മുന്നാരെ നീയല്ലാതാരുമില്ല കാവലും പേരുന്നു ഞാനും. എന്താണ് ഇത് ഈ റോഡിലൊക്കെ പോവാൻ ആകെ പ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ എന്നാലും ഇത് പോയി കാണിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ലൈവിനൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ താഴെയുള്ളൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ട് പോവാണ്. ഷിയാബൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇതാ കണ്ടോ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം അതിന് മുന്നോട്ട് പോയാൽ പള്ളിയോ അതിന് സെറ്റായ ഒരു വീട് കിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ കേരളത്തിൻ്റെ മലയാളികളുണ്ട് ഒരുപാട്. അപ്പോൾ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യാനാണ് ഷിയാബൊക്കെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഈ നമ്മളിപ്പോൾ ജുമാക്ക് നിസ്കരിച്ചില്ല, ആ പള്ളീൻ്റെ ഉസ്താദാണ്, അവിടുത്തെ ഇമാമാണ്. ആ ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് എൻ്റെ ഫ്രണ്ടിലുള്ളത് ഷിയാബൊക്കെയാണ്. നടന്നുകൊണ്ട് പോവാണ്. ഇത് റോഡൊക്കെ പറഞ്ഞ് റോഡ് എവിടെയാണെന്ന് ചോദിക്കേണ്ട, ഇത് റോഡ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കേണ്ട റോഡ് എവിടെയാണ് അസ്രൂന്ന്. അപ്പോൾ ഇത് റോഡ് തന്നെയാണ്. നമ്മൾ നടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1800 പേരുണ്ട്, പക്ഷേ ലൈക്കുള്ളത് 1100 മാത്രം. പെട്ടെന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഒരു 1500 ലൈക്കെങ്കിലും ആയിക്കോട്ടെ. നമ്മളിത് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലേ, ഇത്രയൊക്കെ ബുദ്ധിമുട്ടായിട്ട് നമ്മളിങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ആരും നമ്മളെ തള്ളിക്കളയരുത്. എല്ലാവരും നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ല അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതാ ഷിഹാബ് നിൽക്കുന്ന വീട്ടിലേക്ക് എത്തി കണ്ടുകൊണ്ടിരിക്കും. ഷിഹാബൊക്കെ ബുദ്ധിമുട്ടാക്കുന്ന വേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ നമ്മളെ ലൈവിൽ ഷിഹാബിനെ ആരൊക്കെ കണ്ടില്ല അവർക്കെല്ലാവർക്കും സ്കിപ്പ് ചെയ്താൽ നല്ല ക്ലിയർ ആയിട്ട് ഷിഹാബിനെ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അത്ര ക്ലിയർ ആയിട്ട് നമ്മൾ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഷിഹാബൊക്കെ പോയ വീട് ഒരു സ്ലം ഏരിയ കേട്ടോ. ഓ അത് ശരി. അപ്പോൾ ഈ സ്ലം ഏരിയയിലാണ് ഷിഹാബൊക്കെ അവിടെ പോകണ വേണ്ടല്ലേ. Rose update date raho. Okay, from watching in Kuwait, mashallah, song super. Yehan Ibrahim. Okay, inshallah. അപ്പോൾ എന്തായാലും ഷിഹാബൊക്കെ ഇന്ന് നിൽക്കുന്ന സ്ഥലം ഇതാണ്. ഇത് ഈ ഭാഗത്തു നിന്ന് വരുന്ന റൂട്ടാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ആരൊക്കെ നമ്മൾ ലൈവ് കാണുന്നുണ്ടോ അവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കുത്തിപ്പൊട്ടിക്കുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതുപോലെ ഇത് എവിടെയാണ് ഷിഹാബൊക്കെ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്, ഈ സ്ഥലത്താണ്. അപ്പോൾ നമ്മളൊന്ന് കുറച്ചുകൂടി സംസാരിക്കുക, കുറച്ചുകൂടി കമൻസൊക്കെ വായിക്കുക ഇൻഷാ അല്ലാഹ്. എന്താ ഈ ഭാഗത്ത് ഇത് ഇങ്ങനെ കമേർഷ്യൽ ബിൽഡിംഗ് ആണ്. ഈ കമേർഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്യാപ്പിലൂടെയാണ് ഷിഹാബൊക്കെ ഇപ്പോൾ പോയത്. അത് കാണുമ്പോൾ ഒരു സ്ലം ഏരിയയാണ്. സ്ലം ഏരിയയിലുള്ള ഒരു ഉസ്താദിൻ്റെ വീട്ടിലാണ് ഷിഹാബൊക്കെ ഇന്ന് നിൽക്കാൻ പോകുന്നത്. ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. 4 ലീവാണ്. മറ്റൊന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെയാണ് ഈദൊക്കെ ആചരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഷിഹാബൊക്കെ ഒന്ന് ഈദ് മുബാറക്ക് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇന്ന് വരെ നമ്മൾ എന്നാണ് ഷിഹാബിൻ്റെ ബാക്കിൽ ഇത് ഇറങ്ങിയിട്ടുള്ളത്, അവിടുന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ എല്ലാം ഡിറ്റ് പിൻ ടു പിൻ നിങ്ങൾക്ക് ലൈവോടെ നിങ്ങൾക്ക് അവിടെ നേരക്ക് നേരെ ആര് നിങ്ങളടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം. അത്രയ്ക്കും ക്ലിയർ ആയിട്ട് നമ്മളെല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇരുന്ന സ്ഥലത്ത് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അന്നേരം നിങ്ങൾ എന്താ ചെയ്യുക, നമ്മളെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോനൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ ജീവിതം മുഴുവനും ഒരു നൽകാരം ചെയ്ത ഒരു പ്രതിഫലം ഉണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താലും മതി നമ്മൾ സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്നും നമ്മൾ വീഡിയോ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഷിഹാബൊക്കെ ഇന്ന് നിൽക്കുന്ന ഏരിയ ആണിത്. ഈ കമേർഷ്യൽ ബിൽഡിങ് ഇതൊക്കെ കമേർഷ്യൽ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ പിൻഭാഗത്ത് കുറച്ച് സ്ലം ഏരിയ ആണ്. ആ സ്ലം ഏരിയയുള്ള ഒരു വീട്ടിലാണ് ഷിഹാബൊക്കെ ഇന്ന് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതുപോലെ ഷിഹാബൊക്കെ ഇന്ന് ഏകദേശം 30 കിലോമീറ്റർ വരെ നടന്നു വന്നു. 10 കിലോമീറ്റർ വീണ്ടും നടക്കാനായിരുന്നു. പക്ഷേ എന്തായി പറഞ്ഞാൽ ഇന്ന് ഷിഹാബ് തീരുമാനം ചേഞ്ച് ചെയ്തു. ഇതുപോലത്തെ ഒരു സ്ലം ഏരിയയാണ് കണ്ടോ. അത്രയ്ക്കും കൺഫ്യൂസ് ആവും, അതുപോലത്തെ ഒരു സ്ഥലമാണിത് ഞാൻ പറയുന്ന ഈ സ്ഥലം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതുപോലെ
ഷിഹാബ്ക്ക ഇന്ന് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഷിഹാബ്ക്ക കണ്ട് ദുആ ചെയ്യുക. ഷിഹാബ്ക്കൻ്റെ യാത്രയും ഷിഹാബ്ക്കൻ്റെ ആഫിയത്തിലും നല്ലത് വരാൻ ദുആ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നാളേക്ക് ഈദ് മുബാറക് ആയിരിക്കും. ഈദാണ് നാളെ, മറ്റന്നാളാണ് ഇവിടെ ഈദ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈദ് ദിവസം ഞാൻ എന്തായാലും ലൈവിൽ വരും. നിങ്ങളടുത്ത് നമ്മളെ സമയമൊക്കെ പങ്കുവെക്കും, നമ്മളെ ഈദൊക്കെ ആചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ സംസാരിക്കുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്താ പറയുക, നമുക്ക് വേജാറാവാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ ഈദ് നമ്മൾ ഷിഹാബ്ക്കൻ്റെ കൂടെ പള്ളിയിലൊക്കെ പോകും, ഷിഹാബ്ക്കൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈദ് ദിവസത്തിൻ്റെ ലൈവ് നമ്മുടെ ചാനലിലുണ്ടാവും. ഷിഹാബ്ക്ക ഏത് പള്ളിയിലാണ് പോയത്, ഏത് ഡ്രസ്സാണ് ഇട്ടത്, ഇതൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിച്ചു തരും, ഏതായാലും കാണിച്ചു തരും. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഈദ് ദിവസം നമ്മൾക്കിവിടെ ആരുമില്ല, ഈ നമ്മളുള്ള സ്ഥലത്ത് ആരുമില്ല. പക്ഷേ കേരളത്തിലെ മലയാളികൾ ഒരുപാടുണ്ട്, നല്ല സ്നേഹമാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അവരൊക്കെ ഉണ്ടാവും. എന്നാൽ നിങ്ങളുള്ളത് പോലെ നമുക്ക് അവരുണ്ടായാലും പറ്റില്ല, നിങ്ങൾ നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ വേണം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റിയ നൈറ്റ് ലൈവ് വരട്ടെ. എവിടെയാണ് ഉറങ്ങുന്നത്, എവിടെയാണ് റൂമൊക്കെ എടുക്കുന്നത് അറിയില്ല, നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതുപോലെ നാളേക്ക് ഷിഹാബ്ക്ക റെസ്റ്റാണ്, ഇന്നും റെസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളെ റൂം എവിടെയാണ്, നമ്മൾക്ക് റൂം എവിടെയെന്ന് ഇനിയും ആയിട്ടില്ല. നയാഫ് മോന് ഇനിയിപ്പോൾ റൂം എടുക്കണം. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരുപാട് ആൾക്കാർ അഡ്വാൻസ് ഈദ് മുബാറക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും ഹൈർ മുബാറക്ക്, ഈദ് മുബാറക്ക്, അഡ്വാൻസ് ഈദ് മുബാറക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈദ് ദിവസത്തിലന്ന് ലൈവായിട്ടിരിക്കും. ഷിഹാബ്ക്കൻ്റെ ലൈവൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഷിഹാബ്ക്ക ഏത് പള്ളിയിൽ പോകും, ഡ്രസ് കോഡൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതിന് ശേഷമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നാളേക്ക് റെസ്റ്റാണ് ഷിഹാബ്ക്ക, ഞാൻ പറഞ്ഞില്ല, നാളെ റെസ്റ്റാണ്, മറ്റന്നാണ് ഈദ് ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ കാര്യമൊക്കെ നടക്കണം, ഇനി തേടിച്ചേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് റൂം എടുക്കുന്നത് ഇന്നേക്ക് വേണം, നാളേക്ക് വേണം, മറ്റന്നാണ് ഈദ് മുബാറക്ക്, അന്നത്തതും റെസ്റ്റായിരിക്കും. അന്ന് 3 ദിവസം നമുക്കൊരു വീട് ഇപ്പോൾ റൂം എടുക്കേണ്ടി വരും. അപ്പോൾ നല്ല ചിലവാണ് 3 ദിവസം റൂം എടുത്ത് ഒരാളത്ത് നിൽക്കുന്ന പറഞ്ഞാൽ. നിങ്ങൾക്കറിയാം ഇവിടേക്ക് റൂമിന് 800-1000 രൂപയ്ക്ക് ഉണ്ട്. 3 ദിവസം എടുക്കുമ്പോൾ 3000 രൂപ എടുക്കും. വണ്ടിക്ക് എണ്ണയൊക്കെ അടിച്ചിട്ട് റൂമൊക്കെ എടുത്തിട്ട് ചിലവൊക്കെ ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കൊന്നുമില്ല, നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്. പിന്നെ ലൈവ് കൊണ്ട് ഒരുപാട് കാശുണ്ടാവും. അത് നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയാൽ മനസ്സിലാവും. ലൈവ് ഇട്ടാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ലൈവ് നിങ്ങൾക്ക് കാണിച്ചു തരാവുള്ളൂ. നമ്മളെ ചാനലൊന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൂ മാത്രം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ, നിങ്ങൾ ലൈക്ക് ചെയ്താൽ നമ്മൾ ചാനലൊന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആവുള്ളൂ മാത്രം. അല്ലാണ്ട് ഒരു കാര്യം കിട്ടില്ല. നിങ്ങൾക്കറിയാതെ ലക്ഷങ്ങൾ വ്യൂസ് ആയാലും ചില്ലാനെ കിട്ടാൻ പോകുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിച്ചിരിക്കും ലൈവ് ഇട്ടിട്ട് ഇവർക്ക് ഒരുപാട് ക്യാഷ് കിട്ടുന്നുണ്ട്. അതൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾക്ക് ഒരു സന്തോഷമുള്ളത് നിങ്ങളെ ഷിഹാബ്ക്കനെ നന്നായി വീട്ടിലിരുന്നുകൊണ്ട് കാണുന്നുണ്ടല്ലോ, അതാണ് നമുക്ക് സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബ്, നിങ്ങൾ ചെയ്യുന്ന ഷെയർ, നിങ്ങൾ ചെയ്യുന്ന ലൈക്കാണ് നമുക്ക് ഒരു എന്താ പറയുക ഒരു സന്തോഷമുള്ളത്. അപ്പോൾ അത് ഇനിയും വേണം, നമുക്കും കൂടി ദുആ ചെയ്യുക, ആരും മറക്കണ്ട. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആദിൽ ആമിന അഡ്വാൻസ് ഈദ് മുബാറക്. മുഹമ്മദ് അസീം ഹായ്. ഷെഫിയ ഈദ് മുബാറക്. അഫ്സൽ ഓക്കെ, ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹ്. മുഹമ്മദ് ഇസ്മായിൽ കൊമ്രാൻ റഹ്മത്ത് നിസ ഈദ് മുബാറക്. മിൻഹ വി കെ ഹായ്. അസ്ന സൈൻ ഈദ് മുബാറക്. റാഫി ഈദ് മുബാറക്. ഹായ്. റസിയ അഫ്ന ഓക്കെ. മൊയ്ദോ അഫ്രീന ഷെറിൻ ഇപ്പോൾ ഇവിടെ എത്തി. കിദർ ഹോ അബി. അസ്സലാമു അലൈക്കും. അഡ്വാൻസ് ഈദ് മുബാറക്. നിങ്ങൾ കർണാടക ആണോ? ഈദ് മുബാറക്കിന് അഡ്വാൻസ് താങ്ക് യു. टॉप नेम कौन सा एरिया में हो अभी? ईद मुबारक का നാട്ടിലൂടെ ഹൻസ ഈദ് മുബാറക്. നാട്ടിലെവിടെയാ വീട്? ഷംന കെ കെ. മാഷാ അല്ലാഹ്. ഹാജി കുറവ് ഈദ് മുബാറക്. നിങ്ങൾ പോയിട്ട് റൂം നോക്കി, റൂം നോക്കണം ഇൻഷാ അല്ലാഹ്. അതാണ് റൂം ചിലവൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്ന് നല്ല ചിലവായിരിക്കും. 3 ദിവസത്തിൻ്റെ ചിലവെടുക്കാം നമുക്ക്. ഏതായാലും ഞാൻ പറഞ്ഞ പോലെ എടുത്തേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ 3 ദിവസം നമുക്ക് എടുക്കാനുള്ളത് കൊണ്ട് അപ്പോൾ ഇന്ന് ഷിഹാബ്ക്ക നിൽക്കാൻ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അപ്പോൾ ഈ ഉസ്താദിൻ്റെ വീട്ടിലാണ് ഷിഹാബ്ക്ക നിൽക്കാൻ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഉസ്താദിൻ്റെ വീട്ടിലാണ് ഇന്ന് ഷിഹാബ്ക്ക നിൽക്കുന്നത് അല്ലേ? വളരെ സന്തോഷമാണ്. എന്താണ് പറയുന്നത് ഉസ്താദ് ഷിഹാബ്ക്കനെ കുറിച്ചിട്ട്, ഷിഹാബ്ക്കൻ്റെ യാത്രയെ കുറിച്ചിട്ടൊക്കെ? എന്താണ് പറയുന്നത്, പറയാൻ വാക്കുകളില്ല. അൽഹംദുലില്ലാഹ്. വലിയ വാക്യം ഞാൻ പലരും ക്ഷണിച്ചിട്ട് ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്നു
പലരും ക്ഷണിച്ചിട്ട് മൂപ്പർ പോയിട്ടില്ല. ഞാൻ ഒരു വാക്ക് പറയുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ പറയുന്നത് എനിക്കിൻ്റെ ഒരു വാക്യം എന്ന് പറയാം. എന്ന് പറയുന്നത് അല്ല നിങ്ങൾ ആ പള്ളിയിൽ ഇതായിട്ടുള്ള ഞാൻ ആ പള്ളിയിൽ 13 വർഷം പോയിട്ടില്ല. നിങ്ങൾ നാട്ടിൽ ഞാൻ കന്യാണ്. നമ്മുടെ നാട്ടിൽ മാഷാ അല്ലാ. ഇത് അപ്പോൾ ഇന്ന് ഷിയാബ്ഖിൻ്റെ പ്ലാൻ എന്ത് നെക്സ്റ്റ്? ഇന്ന് കാരണം ഇവിടെ പിന്നെ നാളെ നോമ്പുള്ളതുണ്ട്, പിന്നെ മറ്റേ പെരുന്നാളായതുകൊണ്ട് ഇവിടെ താമസിച്ചിട്ട് തിങ്കളാഴ്ച വിടാൻ പ്ലാൻ. തിങ്കളാഴ്ച മോർണിംഗ് ഇറങ്ങുന്നത്. തിങ്കളാഴ്ച മോർണിംഗ് ഇടുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നാളെ ഇതൊക്കെ നാളെ നോമ്പ് നോക്കിയിട്ട് മറ്റേ പെരുന്നാളിൽ നമ്മുടെ കാരണം ഇവിടെ കുറേ മലയാളികളുള്ള സ്ഥലം. കുറേ മലയാളിയാണ്, പിന്നെ തൃപ്തി വിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. ഉസ്താദിനോട് ഒരുപാട് ആൾക്കാർ ഇൻഷാല്ലാ. ഓക്കെ. അപ്പോൾ ഈ എവിടേക്ക് എന്താണ്? ഇവിടെ चिंचोटी वसाई. चिंचोटी वसाई. इधर का नाम चिंचोटी वसाई में अभी शिहाब भाई रुका, आज इधर रुका, ये उस्ताद का घर पे. ഏത് ജില്ല ഇത്? पालगढ़ जिला, പാലക്കാട് ജില്ല, वसाई तालुका, വസായി താലൂക്ക്, कामन पोस्ट, चिंचोटी. कोली. നോമ്പിന് നാളെ ഫുഡ് കേരള ഫുഡാണോ അവിടെ ചോദിക്കണ്ടേ? തീർച്ചയായും. പിന്നെ ആരുണ്ടാക്കുന്ന ഫുഡല്ലോ? ഇന്നത്തെ ഫുഡിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ബിരിയാണി, മട്ടൻ ബിരിയാണി ആയിക്കോട്ടെ, നല്ല ഇഷ്ടം. അത് വാട്ടിൽ നിങ്ങളതാ? നിങ്ങൾ തന്നെയാ? നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കും. അപ്പോൾ ഇന്ന് രാത്രി എന്ത് ഇൻഷാല്ലാ നല്ല, കാരണം ഇന്ന് രാത്രി നമ്മൾ അസ്രഫ് ചെല്ലേ ചോറ് ഭക്ഷണം കൊണ്ടുതരാം. നാളെ നോമ്പുറക്ക് നാടൻ ഫുഡെല്ലാക്കിയിട്ട് പെരുന്നാൾക്ക് നിങ്ങളെ കൂടെ നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്തായാലും ഓക്കെ, നന്ദി അറിയിക്കുന്നു. ഏതായാലും അപ്പോൾ നിങ്ങളെല്ലാവരും ഡീറ്റെയിൽസ് കണ്ടു. ഷിഹാബിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ തന്നു. എവിടെയാണ് നിൽക്കുന്നത്, ഏത് ഉസ്താദിൻ്റെ വീട്ടിലാണ്, എന്താണ് സംഭവം എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ 1000 പേര് നോക്കുന്നുണ്ട്, പക്ഷേ ലൈക്കൊന്നുമില്ല. ഏതായാലും ഒരുപാട് ലൈക്കൊക്കെ ബാക്കിയുണ്ട്. വീട്ടിലാ കന്യാനാ? യെസ്. ഓക്കെ. കിതർ പോച്ചാ? അത് നെറ്റ്വർക്കിന് ഇഷ്യൂസാണ്. ഹായ് ജമാ പിപ്ല മുംബൈ, ഈദ് മുബാറക്ക്. അപ്പോൾ എന്തായാലും ഇൻഷാല്ല എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ നോടി ലൈക്ക് ചെയ്യുക, ആരും മറക്കണ്ട. ഏതായാലും ഇൻഷാല്ല ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ദിവസങ്ങളായി നിങ്ങൾക്ക് എല്ലാം ലൈവായിട്ട് തരുന്നുണ്ട്. അപ്പം അപ്ഡേറ്റ് തരുന്നത് കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലിൽ ഷിഹാബ്ഖിന് വേണ്ടി നല്ലൊരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിഹാബ്ഖൊക്കെ കണ്ട് നല്ലൊരു അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ സോങ് കാണാൻ, ആരൊക്കെ ലൈവിലുണ്ട് അവരെല്ലാവരും നമ്മളെ സോങ് കാണാൻ ആരും മറക്കണ്ട. നമ്മളെ സോങ് അതെല്ലാവരും ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ 50 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതുപോലെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഷിഹാബൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളുള്ള സ്ഥലത്താണ് ഷിഹാബൊക്കെ ഉള്ളത്. ഇവിടെ തൊട്ടടുത്ത് ഈ സ്ലമ്മിലാണ് ഷിഹാബൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ടൗൺ കാണിച്ചാലോ പോയിട്ട്? നമ്മൾ പോവല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ഷിഹാബൊക്കെ ഉള്ള സ്ഥലം ഒന്നുകൂടി കാണിക്കുന്നത്. ഇതാണ് ഷിഹാബൊക്കെ ഉള്ള സ്ഥലമാണ്, ചിഞ്ചോടിയിലാണ്. ഈ സ്ലമ്മിലാണുള്ളത്. ഇതൊരു സ്ലം ഏരിയ ആണ്. ആ സ്ലം ഏരിയയുടെ ഉള്ളിലാണ് ഉള്ളത് ഷിഹാബൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഷിഹാബൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, നോക്കാം. കമൻറ്റ്സൊക്കെ വായിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇപ്പോൾ ലൈക്ക് ഇട്ടു. ഓക്കെ, 100% ഓക്കെ. നയാൻ, ഫാത്തിമ ഷെയ്ഖ്, ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. എന്തൊക്കെയുണ്ട് ഫാത്തിമ വിശേഷങ്ങൾ? എല്ലാവരും ഡ്രസ്സ് വാങ്ങിയ നമ്മളെ ലൈവ് കാണുന്നവരല്ല? എല്ലാവരും ഡ്രസ്സ് വാങ്ങിയ പെരുന്നാളിന് എല്ലാവരും ഡ്രസ്സ് വാങ്ങി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കിധർ പോയിച്ച ഷിഹാബായി അഭി ചിഞ്ചോട്ടി മേ ഷിഹാബായി ഇതറിയ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആരൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ചു? സൈനുദാ ബാപ്പ ഉസ്താദ്. അതെന്താ സൈനുദാ ബാപ്പ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. ബാങ്ക് കൊടുത്തു, ബാങ്ക് കൊടുത്തു. അവിടെ ബാങ്ക് കൊടുത്തല്ലേ? ഇവിടെ ബാങ്ക് ലേറ്റാണ്. ഇവിടെ ബാങ്കൊന്നും എത്ര പെട്ടെന്നില്ല, ഇവിടെ ലേറ്റാണ് ബാങ്ക്. അപ്പോൾ ഹലോ 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 കേൾക്കുന്നത്? ഹലോ
എന്തായാലും ഓക്കെ, ഒരുപാട് കമൻറ്റ്സ് വന്നിട്ട് വായിക്കാം നമുക്ക്. അനിത ഫാത്തിമ, വേർ ആർ യു, അസ്സലാമു അലൈക്കും, ഷെരീനവില്ല, ഹാജറ ഹജു, സഫീദ ഹനീഫ്, ഹലോ ഹലോ അലിയൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അല്ല നല്ല മഴ വന്നിട്ടാ, നമ്മുടെ നിൽക്കട്ടെ ഒരു മിനിറ്റ്. ഹലോ ഇന്ന് ഇവിടെ സ്റ്റേ, ഇന്നിവിടെ സ്റ്റേ സ്റ്റേ ആയി. പള്ളിയിലല്ല, ഒരു ഉസ്താദിൻ്റെ പുറക്ക് പോയി, പള്ളീൻ്റെ ഇമാമില്ലേ, ആ ഉസ്താദിൻ്റെ പുറക്ക് പോയി. സഡൻ നേരത്തെ തീരുമാനത്തില്ല, ഇപ്പം തീരുമാനത്തെ. हाय अस्सलाम वालेकुम, गुड इवनिंग। यहाँ जोर से बारिश आ रहा है, देखो बारिश पड़ रहा है, मौसम अभी देखो। यहाँ शिया भाई आज रुकेगा इंशाअल्लाह। ये जगह कोहली चिंचोड़ी है, वसई तालुका है और पालघर डिस्ट्रिक्ट महाराष्ट्र है। महाराष्ट्र में पालघर डिस्ट्रिक्ट में पालघर डिस्ट्रिक्ट है और वसई तालुका में आज शिया भाई रुकेगा इंशाअल्लाह। സഫീദ അനീഫ്, ഹായ് ഹായ് സഫീദ, ഹായ്. പിന്നെ ഇന്ന് ഇവിടെയാണ് ഷിയാബ്ക്ക സ്റ്റേ ചെയ്യുന്നുള്ളത്. आज इधर रुकेगा इंशाल्लाह। आप सब लोग शिहाब भाई को दुआ करो और आज इधर रुक के कल भी इधर ही रुकेंगे। कल रोज़ा है ना, कल इधर ही रोज़ा करके इंशाल्लाह परसों संडे इंशाल्लाह इधर ईद करके इंशाल्लाह सोमवार यहाँ से निकलेगा, सफ़र शुरू होगा। तो टोटली आज से 2 दिन छुट्टी है शिहाब भाई को, याद सफ़र नहीं है 2 दिन इंशाल्लाह। सब दुआ करो। और यही है गाँव, ये विलेज है, वो मेन रोड उधर दिखता है, उधर मेन रोड है, ये विलेज है। इधर आया है शिहाब भाई रुकने के लिए इंशाल्लाह। आज रात इधर खाना सब खा के आप किधर रुकेंगे इंशाल्लाह, हमें भी इधर ही रुकेंगे। हमारा इधर भाई साहब है, हमारा गांव वाला है और केरलियन से इधर सब हमारा अरेंज करेगा इंशाल्लाह। नहीं तो इधर नज़दीक कहाँ भी रूम मिले तो हम इधर ही रुकेंगे। और ड्रेस को पैसे ಇಲ್ಲ, ಅನ್ನ ಫಾತಿಮಾ ಹಾರಟು पैसे ಇಲ್ಲ लालिया। अस्सलाम वालेकुम, वालेकुम सलाम। जोर बारिश पड़ रहा है, देखो इधर सब गटर सब फुल है, अभी गटर भरा हुआ है, देखो कैसा पानी जाएगा यहाँ से। यही है महाराष्ट्र महाराष्ट्र का पालघर डिस्ट्रिक्ट कहाँ हो सही मत। ये विलेज का नाम चिंचोटी। देखो बहुत बारिश है, मौसम देखो कैसा है। यस ओके इंशाल्लाह, हमें रात को लाइव ज़रूर आएंगे, वापस लाइव आएंगे रात को, आज रात को इंशाल्लाह आपको सब अपडेट देंगे। आप हमारा चैनल लाइक करो, सब्सक्राइब करो एंड ये लाइव यहाँ एंड करेंगे इंशाल्लाह। रात को वापस हमें लाइव आएंगे, आपको सब शिहाब भाई का अपडेशन पूरा हम बताएंगे। आप शिहाब भाई का सब अपडेशन के लिए हमारा चैनल सब्सक्राइब करो, शेयर करो, कमेंट करो, लाइक करो। और अजहर भाई को मैं देता हूँ इंशाल्लाह। अजहर भाई അപ്പോൾ അസ്സലാമു അലൈക്കും, ആരൊക്കെ ഉണ്ട് ലൈവിൽ? എല്ലാവരും പോയല്ലോ, എന്താ സംഭവം? പോകാനുള്ള കാരണം എന്താണ്? എത്ര നോക്കൂ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ എന്തായാലും അവിടെ നല്ല മഴ വരുന്നുണ്ട്, നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പോൾ ഇനി ലൈവ് ഉണ്ടാവില്ല ഷിയാബ്ക്കനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈവ് ക്ലോസ് ചെയ്യാണ്. ഷിയാബ്ക്ക റൂമിൽ ഉറങ്ങാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ നമ്മൾ വീണ്ടും രാത്രി ലൈവ് വരും. ഒരുപാട് കഷ്ടസുഖങ്ങളും നമ്മൾ ഇതുവരെ വന്ന വഴികളും ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഇൻഷാ. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ വാ, നമ്മൾ ഇൻഷാ 8 മണി 9 മണിൻ്റെ ഉള്ളിൽ ലൈവ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം നമുക്ക് ദുആ ചെയ്യാം. നമ്മളിപ്പോൾ റൂമൊക്കെ എടുക്കണം, റൂമൊക്കെ നോക്കണം, കുറേ ചിലവുണ്ട്. 2-3 ദിവസം കൊണ്ട് ഒരുപാട് ചിലവുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാ നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുക, ആരും മറക്കണ്ട. അപ്പോൾ നമ്മൾ ഈ ലൈവ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും പിറന്നാളിൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈദ് മുബാറക്ക് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലൈവ് കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നുകൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ആരൊക്കെ ലൈക്ക് ചെയ്തില്ല, ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യില്ല അവരൊക്കെ കാണാം. പിന്നെ ഈ ചാനൽ ഒരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ 8 മണിക്കാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ബാക്ക് പോയിട്ട് കാണാതൊന്നു. അപ്പോൾ ഇന്ന് ജുമാ കിട്ടിയിട്ടുണ്ട്, ജുമാ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ജുമാ എല്ലാം കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ, യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ച് കണ്ട് ഒന്നുകൂടി അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലൈവ് നിർത്താണ്. അപ്പോൾ ആരൊക്കെ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ല, ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ആരൊക്കെ നമ്മളെ ഈ എന്താ പറയുക ആദ്യമായിട്ട് ആരൊക്കെ നമ്മൾ ചാനൽ വന്നിട്ടുണ്ട്, ആരൊക്കെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ട് അവരെല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഒന്നുകൂടി നമ്മളിപ്പോൾ ഉള്ളത് कोल्ही चिंचोटी पसिया तालुको पालघर डिस्ट्रिक्ट महाराष्ट्र नम्बे अभी हम शिहाब भाई रुके प्लेस कोहली चिंचोटी वसाई तालुका पालघर डिस्ट्रिक्ट महाराष्ट्र में आज शिहाब भाई रुका। इंशाल्लाह आज उसका सफ़र ख़त्म किया। कल
कल रेस्ट है हम लाइव कट करता हूँ सब लोग दुआ करो उसका आफियत का हमको दुआ करो അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ലൈവ് ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട് ഭയങ്കര മഴ എന്നിട്ട് വെള്ളമാണ് ചളിയാണ് കാണുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഐ ആം സൗദി ഷെയ്ഖ് ഓക്കെ മൊയ്യുദ്ദീൻ പ്രത്യേകം ദുആ ചെയ്യണം ഫാത്തിമ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ എന്താ പറയുക എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ലൈവ് ക്ലോസ് ചെയ്യണേ അപ്പോൾ ആരൊക്കെ ലൈവിലുണ്ട് അവരൊക്കെ ബാക്ക് പോയാൽ നമ്മൾ സോങ് റിലീസ് ചെയ്തിട്ടുണ്ട് ആ സോങ് ഒന്നുകൂടി എല്ലാവരും കാണാം ആരും മറക്കണ്ട പിന്നെ നമ്മൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നല്ല നല്ല ക്യാമറ എടുത്ത വീഡിയോസൊക്കെ ഉണ്ട് അതെന്തായാലും ഈ റെസ്റ്റ് ദിവസത്തിൽ നമ്മളത് ഷിയാബ് ഇപ്പം നാളെ മറ്റന്നൊക്കെ ആ റെസ്റ്റിലാണ് അന്നേരം വീണ്ടും ഇൻഷാ അല്ലാഹ് ഈ ദിവസം നമ്മൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഷിയാബ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ് ഏതായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ചാനൽ കട്ട് ചെയ്യാണ് അസ്സലാമു അലൈക്കും ഓക്കെ കുറച്ചുകൂടി കമൻസൊക്കെ വെക്കാം പഠിക്കാൻ വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ് എല്ലാവരും ലൈവിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും ഷിയാബ് ആരെ ഫാത്തിമക്ക് വേണ്ടി ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും ഷിയാബ് ക സഫർ ഹസൻ ഹോ അല്ലാഹു ആയിഷ ഷെയ്ഖ് ആയിഷ ഭജാൻ ഷെയ്ഖ് ഓക്കെ ഇതിലെ പോണ്ടേ എന്താ ഇത് കാണുന്നത് ഇതിലൂടെ എങ്ങനെയാ പോകണ്ടേ അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ പോലെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ജംഷീർ നാട്ടിൽ വന്ന ജംഷീർ നാട്ടിൽ പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് പോയിട്ടുണ്ട് ആ നാട്ടിൽ അപ്പോൾ നമ്മൾ ചാനൽ ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ട് ഷിയാബൊക്കെ എന്നോട് സ്റ്റേ ചെയ്ത സ്ഥലങ്ങളൊക്കെ എല്ലാവരും കണ്ടു അപ്പോൾ ആരൊക്കെ ലൈക്ക് ചെയ്തില്ല ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്യേ ഇതാണ് മഹാരാഷ്ട്ര നമ്മുടെ നാടാണ് ഏറ്റവും വൃത്തിയുള്ളൊരു നാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ കണ്ടോ ഇതൊക്കെ ഷോപ്പാണ് ഷോപ്പിന് മുമ്പിൽ വെള്ളമൊക്കെ കിടക്കാണ് കണ്ടോ ഈ ബൈക്കിന് ടയറുണ്ട് ഇപ്പോൾ വന്ന മഴേൻ്റെ ഇതാണ് കണ്ടോ അത് അവിടെ ഒരു ബൈക്ക് നിൽക്കുന്നുണ്ടോ 5 മിനിറ്റ് മഴ വന്നിട്ടുള്ളൂ അതാ ബൈക്കൊക്കെ കണ്ടോ മുങ്ങിപ്പോണം ടയറാ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് ആരൊക്കെ നമ്മൾ ലൈവ് കാണുന്നുണ്ട് അവർക്ക് എൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും പിന്നെ വീണ്ടും ലൈവിൽ വരും അന്നേരം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ ഞാൻ ലൈവ് കട്ട് ചെയ്ത് പോകും നിങ്ങളെല്ലാവരും വരാം ലൈവിൽ ഓക്കെ അപ്പോൾ ആരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അവരെല്ലാവരും ഇപ്പോൾ ഈ ലൈവിനൊന്നോ ഷെയർ ചെയ്യുക ഷിയാബ്ഖാനെ നന്നായി കാണിച്ചിട്ടുണ്ട് നേരത്തെ ബാക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷിയാബ്ഖാനെ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇതാണ് ഷിയാബ്ഖാൻ ഇപ്പോൾ പോയ റൂട്ടാണ് അപ്പോൾ അവിടെ പോയിട്ട് ഷിയാബ്ഖാൻ അവിടെ നിന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഷിയാബ്ഖാൻ നേരത്തെ നിന്ന പള്ളീൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഇതൊക്കെ ഉള്ളത് എന്താ വണ്ടിയൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇൻഷാ നമുക്ക് റൂമിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി